ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം നല്ല പബ്ലിക് സ്പീക്കേഴ്സ് ആയിട്ട് മാറാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് പഠിച്ച് പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. സോ നമ്മൾ കാർ ഓടിക്കുന്നത് പോലെ, സ്വിം ചെയ്യുന്നത് പോലെ വളരെ പ്രാക്ടിക്കലായി മാത്രമേ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഡെയിലി ഒരു 3 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 3 മിനിറ്റ് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ ഒരു 3 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇതുപോലൊരു സെൽഫി വീഡിയോ ഡെയിലി ഒരു 30 ദിവസത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ 30 ഡേ 3 മിനിറ്റ് ചലഞ്ചിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇന്നലത്തേക്കാൾ മികച്ച ഒരു സ്പീക്കറായിട്ട് മാറുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എനിക്ക് വേണ്ടിയും ഇത് എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഒക്കെ കൂടിയാണ്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പരിപാടിയാണ്. കാരണം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രൊഫഷനിലുള്ള ഒരാളാവട്ടെ, ഒരു എന്റർപ്രണർ ആവട്ടെ, ഒരു സ്റ്റുഡൻ്റ് ആവട്ടെ, ആരും ആവട്ടെ, നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു സ്കില്ലാണ്. ഈ ഒരു സ്കില്ലില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് അറിവും കഴിവും ഒരുപാട് ഐഡിയാസും ഒക്കെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനും കൂടെ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്കില്ല് നമുക്ക് മാസ്റ്റർ ചെയ്തെടുത്തേ പറ്റൂ. അപ്പോൾ അതിനായിട്ടുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞ ഒരു 3 മിനിറ്റ് സ്പീക്കപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫോണിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് നമ്മളെ തന്നെ നോക്കി നമുക്ക് ഇഷ്ടമുള്ള വിഷയം സംസാരിക്കുക. അത് ഒരു 3 മിനിറ്റ് നിർത്താതെ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഈ നിർത്താതെ സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് വാക്കുകളൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇത് മറ്റാരെയും കാണിക്കാനല്ലല്ലോ, ഇത് നമുക്ക് സ്വയം ഇംപ്രവൈസ് ചെയ്യാനും നമുക്ക് പഠിക്കാനും അല്ലേ. ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് വീഡിയോ ഒന്നും അത്ര ശരിയായെന്ന് വരില്ല. സെക്കൻഡ് ടൈം റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ വീഡിയോ അതിലും ബെറ്റർ ആവും. അങ്ങനെ ഇന്നലത്തെ നമ്മളെക്കാൾ ബെറ്റർ ആയ ഒരു നമ്മളായിട്ട് മാറാൻ ഈ ഒരു പ്രാക്ടീസിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇത് മികച്ച ഒരു പ്രാക്ടീസ് തന്നെയാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് തിയറി, എങ്ങനെ മികച്ച പബ്ലിക് സ്പീക്കറായി മാറാം എന്നുള്ളതിൻ്റെ കുറേ ടിപ്സ് അല്ലെങ്കിൽ കുറേ തിയറി, അതിൻ്റെ കുറേ ഇൻഫർമേഷൻ മാത്രം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതുപോലെ പോസ്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സ്വയം ആ വീഡിയോ വാച്ച് ചെയ്താൽ മതി. ഓരോ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴും എന്തൊക്കെ കുറവുകൾ ഇന്നത്തെ ആ ഒരു സ്പീച്ചിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും രണ്ടും നമ്മൾ നോക്കണം. എത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എത്രയൊക്കെ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു കണക്കെടുപ്പ് നമ്മൾ സ്വയം നടത്തുക. മറ്റാരുടെയും ഒരു അഭിപ്രായം ഇപ്പം തൽക്കാലം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കണ്ട. നമ്മുടെ സ്വയം അഭിപ്രായം, ശരിക്കും പറഞ്ഞാൽ നമ്മളെ തൃപ്തിപ്പെടുത്താനാണ് ഏറ്റവും പാട്. മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാളും നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും